ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പാട് പുസ്തകം എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, നിങ്ങളുടെ സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വചനങ്ങളെ നമ്മൾ ധ്യാനിപ്പാനിടയായി തീർന്നു. നാം ഇന്ന് 12-ാമത്തെ വാക്യം മുതൽ നമ്മുടെ ചിന്ത തുടരുകയാണ്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലങ്കി ധരിച്ച് മാറത്ത് പൊൻകാച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവിടെ യോനാൻ കർത്താവായ യേശുവിനെ കണ്ടതായ ദർശനം പറയുക. യേശുവിനോട് കൂടെ കഴിഞ്ഞ 3-3.5 വർഷം യോനാൻ ഒരുമിച്ച് നടന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന് ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കിയ വ്യക്തിയാണ്. എന്നാൽ ആ ദിവസങ്ങളൊന്നും കാണാത്തൊരു പ്രത്യേക രൂപത്തിലാണ് ഇപ്പോൾ അവൻ യേശുവിനെ കാണുന്നത്. അതുവരെ ഉണ്ടാകാത്തതായ ഒരു വലിയ വിശേഷമായ രംഗാലങ്കാരത്തിലാണ് ഇപ്പോൾ കർത്താവിനെ കാണുന്നത്. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകാച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉരയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. മൊത്തത്തിലെ അലങ്കാരങ്ങളെ വിവരണം നൽകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ താൻ കണ്ടിട്ടുള്ള യേശുവിനെ അല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. താൻ അനുഭവിച്ചാണ് യേശുവിനെ കാണുന്നത്. വ്യത്യസ്തനായ ഒരു യേശു അല്ലേ? രാജകീയമായ പ്രൗഢികളോടുകൂടി നിൽക്കുന്ന ഒരു യേശു, രാജകീയ അധികാരത്തിൽ നിൽക്കുന്നതായ ഒരു യേശു. ചില മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് യേശു കേവലം ഒരു പ്രജയായിട്ട് പാലസ്തീനിലുണ്ടായിരുന്നു. ഇന്നത്തെ ഭരണാധികാരികൾ തന്നെ വിസ്തരിച്ചു, ശിക്ഷിച്ചു അല്ലേ? അവിടെയൊക്കെ താൻ ഈ അധികാരങ്ങളൊന്നും കാണിച്ചില്ല. അവിടെ താൻ എന്തിനു വേണ്ടിയാണോ ഭൂമിയിലേക്ക് വന്നത് ആ ദൗത്യം തൈകണനായിട്ട് അതെല്ലാം ക്ഷമയോടെ സഹിക്കുകയായിരുന്നു. അറുക്കുവാനുള്ള കുഞ്ഞാടിനെ പോലെ അതൻ മൗനമായിരിക്കാൻ ഇടയായിത്തീർന്നു. ഇവിടെ വിധം മാറി. ഇവിടെ യേശു രാജകീയ പ്രൗഢിയിലായിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദിനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രവടിയിലുള്ളതായ ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? താൻ തൻ്റെ കാൽ കീഴ് വീട് നമസ്കരിപ്പാനിടയായി തീർത്തു. അത്രമാത്രം ബഹുമാനം കൊടുക്കുന്ന രീതിയിൽ, ആദരപൂർവം കാണുന്ന രീതിയിലുള്ളതായ വെളിപ്പാട് കർത്താവായ യേശുവിനോട് കണ്ടത്. ഇന്നലകളിൽ മനുഷ്യൻ്റെ നിന്ദയ്ക്ക് പാത്രമായവൻ, പരിഹാസത്തിന് പാത്രമായവൻ, ഉപദ്രവത്തിന് പാത്രമായവൻ ഇപ്പോൾ രാജകീയ പ്രൗഢിയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ യോഹന്നാൻ അവനെ നമസ്കരിപ്പാൻ ഇടയായി തീർന്നു. എന്നിട്ട് അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ കർത്താവ് അവൻ്റെ വലങ്കൈ യോഹന്നാൻ്റെ മേൽ വെച്ചു. എന്നിട്ട് പറയാ, ഭയപ്പെടേണ്ട,
എന്നൊരു കാര്യം പറയാം. നമ്മെ ഭീതിപ്പെടുത്തുന്നതായ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലതൊക്കെ എന്തുകൊണ്ട് സംഭവം ചോദിച്ചാൽ പോലും അറിയാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സ്നേഹവനായ ദൈവത്തിൻ്റെ കരം, ഒരു സ്നേഹസ്പർശനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നല്ലൊരു ഇമ്പമുള്ള സ്വരം കേൾപ്പിക്കുക. ഡോണ്ട് വറി, ഫിയർ നോട്ട്. കരാക്കണ്ട, പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കെ, ഞാനുണ്ട് കൂടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് കെടുതി വന്നാലും, എത്ര വലിയ ദുഃഖവും പ്രയാസഫലം വന്നാലും ആശ്വസിപ്പിക്കാൻ സഹായിക്കാനൊന്നും ആരുമില്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കർത്താവിന് യാതൊരു മാറ്റവുമില്ല. എന്ത് പറയും, ഭയപ്പെടേണ്ട. നമ്മുടെ കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയില്ലേ, പേടിക്കണ്ട കേട്ടോ, പപ്പയുണ്ട്, മമ്മിയുണ്ട്, അല്ലെങ്കിൽ അച്ചാച്ചനുണ്ട്, അമ്മാമ്മയുണ്ട്, അല്ലേ? എനിക്കൊരു പേരക്കുട്ടിയുണ്ട്. അവളുടെ ചെറുപ്രായത്തിലൊക്കെ അവൾ നിങ്ങൾ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് പറയും, പേടിക്കണ്ട, ഡാഡി ഉണ്ട് കേട്ടോ. അവളൊരു ആശ്വാസം, ഒരു ബലമാണ്. അതുകൊണ്ട് അവളെ എന്തെങ്കിലും അവളെ പപ്പയോ മമ്മിയോ ഒക്കെ വഴക്ക് പറയുമ്പോൾ അവൾ ഉടനെ ഡാഡി പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു, ഡാഡി ഉണ്ട്, പേടിക്കണ്ട. അതൊരു വലിയ ധൈര്യമാണ്. നമ്മുടെ സർവ്വത്തിലെ പപ്പ നമുക്കുണ്ട്. കഷ്ടതയും പ്രയാസവും പ്രതികൂലവും രോഗവും ദുരിതവും ഒക്കെ ഉണ്ടാകുമ്പോൾ സാഹചര്യ സമ്മർദ്ദങ്ങൾ അങ്ങനെ നമ്മെ പെരിപ്പിച്ച് കാണിച്ച് നമ്മെ അങ്ങനെ നിരാശപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, പിശാച് അതിനൊക്കെ ആ അവസരങ്ങളെ മുതലെടുക്കുമ്പോഴൊക്കെ കർത്താവെന്ന് പറയുക, പേടിക്കണമെന്നേ, ഞാനുണ്ട് കൂടെ. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ദൈവത്തെ വേറെവിടെയും കണ്ടിട്ടുണ്ടോ? ഭക്തി നിലവിളിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് ഞാനുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളൊരു ദൈവമാരാ, അല്ലേ? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ അവിടുത്തെ ദൈവം ശ്രദ്ധിക്കുക. യോഹന്നാൻ അവിടുന്ന് ഭയപ്പെടേണ്ട, ഞാനാകുന്നു. എന്തു പറഞ്ഞ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നോർമൽ ലെവലിൽ മരിച്ച ഒരാൾ പോയിട്ട് നമ്മളൊന്ന് സംസാരിച്ചത് കണ്ടാൽ നമ്മൾ പിന്നെ നമ്മളുടെ ശവടക്കാൻ നടത്തിയാൽ മതി, അല്ലേ? ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ യോഹന്നാനത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടെ അവനെ ഉറപ്പിക്കുക, എടാ ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിപ്പോൾ എന്തിരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്നതേക്കാ? ഇനിയൊരു മരണമില്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇതുവരെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ചിലരുടെ ചിന്ത ഇതിനൊക്കെ താക്കോൽ വേറെ ആരുടെ കയ്യിലേക്കാന്നാ. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ചിലരെ കൊടുത്ത് ഏൽപ്പിച്ചതൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ മരിച്ചു വീഴുന്നതിന് കർത്താവ് പറയാ, താക്കോൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ളതെന്ന്. ഇതിനൊക്കെ അധികാരി കർത്താവാണ്, വേറെ ആർക്കും അധികാരം ലഭിച്ചിട്ടില്ല. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതിൽ എൻ്റെ വല്ലങ്ങയിൽ കണ്ട 7 നക്ഷത്രത്തിൽ മർമ്മവും 7 പൊൻനിലവിളക്കിലും വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് കാണിച്ചത് കർത്താവിന് ചിലൊരു വിവരണം, ഒരു വ്യാഖ്യാനം നൽകുകയാണ്. അതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്ന ആ വ്യാഖ്യാനങ്ങളെ ഞങ്ങൾ അങ്ങനെയും, തിരുവചനം വ്യാഖ്യാനിക്കാതെ വിട്ട വിഷയങ്ങളെ ഞങ്ങൾ വ്യാഖ്യാനിക്കാതെ വിടുകയാണ്. അങ്ങനെ 2-ാം അധ്യായം ആരംഭിക്കുക. തുടർന്ന് ഇങ്ങനെ എഫെസോസിലെ സഭയുടെ ദൂതനെഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ആരാ പറഞ്ഞത്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 7 നക്ഷത്രം എന്താണ്? 7 സഭകളുടെ ദൂതന്മാരാണ്. 7 നിലവിളക്ക് 7 സഭകളാണ്. അപ്പോൾ അഥവാ ഈ സഭയുടെ ദൂതന്മാരെയും ഈ സഭയെയും കർത്താവ് തിരുന്ന വലങ്കൈ പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ വകയുള്ള കാര്യം എന്നറിയാമോ?
കർത്താവ് നമ്മെ വലം കൈ പിടിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളൊപ്പം നടക്കുമ്പോൾ അവരെ കൈ പിടിച്ച് നടത്തും. നമ്മുടെ കയ്യിൽ നമ്മൾ അവരെ പിടിച്ചിരുന്നോളം കാലം അവരൊരിക്കലും വീഴുകയില്ല. പിടിവിട്ട് ഓടിപ്പോയിട്ട് വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന ഇഷ്ടമാണ് അവർ നമ്മളെ പിടിച്ചു പോകുമ്പോഴേക്ക് ചിലപ്പോൾ വീണ് നിന്നേക്കും. പക്ഷേ നമ്മൾ പിടിക്കുമ്പോൾ ആ ഉറപ്പാണ്. കർത്താവ് നമ്മെ വലങ്കൈ പിടിച്ചിരിക്കുക. വീഴ്ത്തി കളയാതെ, തകർത്ത് കളയാതെ, നശിപ്പിച്ച് കളയാതെ അതിന് മുമ്പ് സൂക്ഷിപ്പാനായിട്ട് കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ വലതേക്ക് പിടിച്ചിട്ടുണ്ട്. അവൻ്റെ വലങ്കൈ നമ്മെ പിടിച്ചെന്നുള്ള വിശ്വാസം ഏതൊരു പ്രതികൂലത്തിലും ഉണ്ടാകണം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കടലിൽ വളരെ കാറ്റും കോളൊക്കെ ഉണ്ടായി. കപ്പലിനകത്ത് ഇരിക്കുന്നവരെല്ലാം വളരെ വേവലാതിയോടുകൂടി കരയുകയും വെള്ളമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു കുഞ്ഞു മാത്രം ഇതൊന്നും അറിയാത്ത മട്ടിൽ തൻ്റെ കളിപ്പാട്ടത്തെ കളിപ്പിച്ച് ശ്രദ്ധിച്ചിരിക്കുക. ഇത് കണ്ടപ്പോൾ പലർക്കും അത്ഭുതം തോന്നി. ബാക്കിയുള്ളവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് കിടന്ന് അലറിക്കാറി പോകുമ്പോൾ ഈ കുഞ്ഞു മാത്രം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുഞ്ഞിനെ ചോദിച്ചു, മോനെ, ഈ കപ്പലിങ്ങനെ ആടുന്നതും മുലയുന്നതും ഇവിടെയുള്ള ആളുകളെല്ലാം ഈ വെപ്രളത്തോളം വിളിക്കുന്നതെല്ലാം കാണുമ്പോൾ മോന് പേടിയാവുന്നില്ലേ? എൻ്റെ കുഞ്ഞിങ്ങനെ മറുപടി പറഞ്ഞു പോലും, ഈ യാത്രയിൽ കൊടുങ്കാറ്റുണ്ടായിരിക്കാം, തിരമാല ഉണ്ടായിരിക്കാം, അവയുടെ ശക്തിയാൽ ഈ കപ്പൽ വലയും ആടുക ചെയ്തേക്കാം. പക്ഷേ ഈ കപ്പലിൻ്റെ കപ്പിത്താൻ എൻ്റെ പപ്പയാണ്. അതുകൊണ്ട് എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഗമനത്തിലൊക്കെ ചിലപ്പോൾ ഇതുപോലുള്ള എതിർപ്പുകളും നേർച്ചകളും കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളും തിരമാലയുടെ പ്രശ്നങ്ങളൊക്കെ വന്നു നിന്നേക്കാം. ശ്രമധൈര്യമാണ്. എന്താണ്? എൻ്റെ പപ്പ എന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. എന്നെ നിയന്ത്രിക്കുന്നത്, എന്നെ നടത്തുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എന്നെ സൂക്ഷിക്കുന്നത് എൻ്റെ ദൈവമാണ്. അവൻ എന്നെ ഇതിൽ നിന്നൊക്കെ വിടുവിക്കാൻ ശക്തനാണുള്ള വിശ്വാസം ഉണ്ടാവണം. പക്ഷെ പിശാച് പറയും, ഇവിടെ കൊണ്ട് അവസാനിക്കുക, ഇനി വിടുവാൻ കഴിയില്ല, അത് തീർന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞല്ല, എന്നെ വിടുവിക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. ഏതൊരു പ്രതിസന്ധികളിന്മേലും ഏതൊരു പ്രതികൂലത്തിന്മേലും എന്നെ വിടുവിക്കുവാൻ കഴിയുന്നവനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ഒരു വലങ്കിലാണ് സഭദൂതന്മാർ എൻ്റെ അടുത്ത് നിന്ന്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവർ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കുക നിങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് നീ പരീക്ഷിച്ച് കളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കുറേ കാര്യങ്ങൾ എഫെസോസിലെ സഭയോളം ബന്ധത്തിൽ പറയുകയാണ്. എന്തൊക്കെ പറയുന്നത്? നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിൻ്റെ പ്രയത്നം ഞാൻ അറിയുന്നു, നിൻ്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. ദൈവത്തെ സേവിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ കർത്താവിൻ്റെ പക്കൽ പ്രതിഫലവുമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്താൽ, നന്മകൾ ചെയ്താൽ അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടും. ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നിൻ്റെ പ്രവൃത്തി, പിന്നെ നിൻ്റെ പ്രയത്നം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കാണ് നീ എന്തെല്ലാം പ്രയത്നിച്ചിട്ടുണ്ടോ അതിനൊക്കെ നീ നിങ്ങൾക്ക് പ്രതിഫലം തരാതിരിക്കുകയില്ല. പക്ഷെ ലോകം നിന്നെ അംഗീകരിച്ചു വരികയില്ല. ലോകം നിന്റെ പ്രയത്നത്തെ വിലമതിച്ചെന്ന് വരികയില്ല. അധ്വാനത്തിന് അർഹമായ ഒരു കൂലി ലഭിച്ചെന്ന് വരികയില്ല. ഒന്നും വേണ്ട ഒരു നല്ല വാക്കോ പ്രോത്സാഹനമോ ലഭിച്ചെന്ന് വരികയില്ല. പക്ഷെ നിന്റെ പ്രയത്നം മനസ്സിലാക്കുന്ന ദൈവമുണ്ട്. അതിന് പറഞ്ഞിങ്ങനെയാണ്, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും വൃഥാവല്ല, വളരെ പ്രതിഫലമുള്ളതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചുരുവീനെന്ന് അതിനും പറയുന്നുണ്ട്.
നമ്മളെ പ്രയത്നങ്ങളെ അറിയുന്ന ദൈവമാണ്. അടുത്ത കാര്യം, നമ്മുടെ സഹിഷ്ണുത അവൻ അറിയുന്നു എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി സഹിച്ചതൊക്കെ മറന്നുള്ള ദൈവമല്ല. കർത്താവിനെ സേവിച്ചതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ലഭിക്കേണ്ട ഉന്നതികളോ ഉയർച്ചകളോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും മറക്കുന്ന ദൈവത്തെയല്ല നീ സേവിക്കുന്നത്. അതെല്ലാം സഹിച്ചിട്ട് നീ സന്തോഷത്തോടെ വിനയം ദൈവത്തെ സേവിച്ചെങ്കിൽ, അവനെ ആരാധിച്ചെങ്കിൽ, സാക്ഷ്യം വഹിച്ചെങ്കിൽ ആ സഹിഷ്ണുതയ്ക്കുള്ളതായ ഒരു പ്രതിഫലവും നീ പ്രാപിക്കാതിരിക്കുകയില്ല. ഒരുപാട് പേര് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിരാശപ്പെടുകയും നെടുവേർപ്പെടുകയും പിറുപിറുക്കുകയും കർത്താവിനെ തള്ളി പറഞ്ഞ ആളുകളുണ്ടെന്നാൽ ഇവിടെ പറയുന്നത് ഞങ്ങൾ സഹിക്കുന്നവനെ കൂടെ വാഴുവാനിടയായിത്തീരുമെന്നുള്ളതാണ്. നമ്മുടെ സഹിഷ്ണുത കർത്താവ് കാണുന്നു. അടുത്തത്, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. അത് വലിയൊരു കാര്യമാണ് അല്ലേ. ഈ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വരികയില്ല. അതിനൊക്കെ പേര് ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന അനുഭവമൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാലേ കൊള്ളരുതാത്തവനെ മനസ്സിലാക്കിയിട്ട് അവനെ മാറ്റിയെടുത്ത് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൊള്ളരുതാത്തവൻ്റെ കൂടെ കൂടി അവനെ സന്തോഷിക്കാനല്ല അവനെയോ, അവൻ ശത്രുവായി തീർന്നാൽ പോലും കൊള്ളരുതാത്തവനെ തന്നെ മാറ്റിയെടുത്തവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചിലരുണ്ട് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവർ. എൻ്റെ ദൈവമേ, അങ്ങനെയുള്ളവർ നമ്മൾ കൂടുതലുണ്ടോ? ഉണ്ട്. ചിലരൊക്കെ ഞാൻ പാസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ എങ്ങനെ പാസ്റ്റർ എന്ന് ചിന്തിക്കാറുണ്ട്. ചില പ്രവാചകന്മാരുടെ വെളിപ്പെടുന്നവരുണ്ട്, അപ്പോസ്തലന്മാരെ വെളിപ്പെടുന്നവരുണ്ട്. ഇതോടെ യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ ഈ കുപ്പായങ്ങളെ എടുത്ത് അണിയാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വരുമാന മാർഗമാണ്. പ്രത്യേകിച്ചും പെന്തക്കോസ്ത് സഭകളിൽ പാസ്റ്റാവാൻ ആർക്കും പറ്റുമല്ലോ. നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലില്ലേ, വളർത്തലൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞല്ല. എന്നാൽ വില കൊടുത്ത് സേവിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. നിന്ദകൾ സഹിച്ച്, പരിഹാസങ്ങൾ സഹിച്ച്, കഷ്ടമനുഭവിച്ച്, ദാരിദ്ര്യം അനുഭവിച്ച്, ഉടുതുണിക്ക് മറുപടിയില്ലാതെ ദൈവത്തെ സേവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ വില ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ നിശ്ചയം മതി അനുകരിക്കാതിരിക്കില്ല. അതേസമയം മറ്റുള്ളവരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയോ ഒരു പദവി കിട്ടാൻ വേണ്ടിയൊക്കെ സടാപിടിയത് പാസ്റ്റർമാരായ ആളുകളുമുണ്ട്, പ്രവാചകന്മാരായവരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവരെ കണ്ട് തിരിച്ചറിഞ്ഞ് അവരകറ്റിയെടുത്ത് വളരെ കൃപ ദൈവമക്കൾ തലവരെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. വിടുവിൽ എഫെസോസ് സഭ കൊള്ളരുതാത്തവരെ മാറ്റിയിരുത്തി. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെയും പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. ഈ വരുന്നവരൊക്കെ ചാടിക്കയറി പുറകെ പോയേക്കരുത്. ഈ വെള്ളക്കുപ്പായവും ഫുൾക്കൈയും ക്ലീൻഷേവും ഇങ്ങനെ പോലെ താടി രണ്ടും ഉണ്ടല്ലോ, അത് വെച്ച് വന്ന എല്ലാവരെയും അങ്ങോട്ട് ഇത് എന്താണെന്ന് പരീക്ഷിച്ച് നോക്കണം. ഇവൻ പറയുന്നത് ദൈവികമാണോ, ദൈവ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണോ പറയുന്നത് ചെന്ന് ശാന്തമായി ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ പരീക്ഷിക്കാൻ കഴിയണം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വന്നവരേക്ക് എന്ത് ചെയ്തു? ഈ കളമ കണ്ടു. അടുത്തത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തുടർന്നു പോകാമെന്ന് ഞാൻ അറിയുന്നു. അടുത്തത് എന്തൊക്കെയാണ്? അടുത്തത്,
നിന്റെ സഹിഷ്ണുത മനസ്സിലാക്കി. എൻ്റെ നാമ നിമിത്തം നീ പലതും സഹിച്ചു, എന്നിട്ട് തളർന്നു പോയില്ല. കർത്താവിന്റെ നാമത്തെ പ്രതി സഹിച്ചിട്ട് തളർന്നു പോയ ഒരുപാട് പേരുണ്ട്. അതിൽ തളർന്നു പോകാത്ത അതേ ജനത്തിലായി എന്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. തളർന്നു പോയവർ ആരെങ്കിലും ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരോടത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ മുടിയനായി പോയെന്നൊന്നും പറഞ്ഞില്ല. സാഹചര്യങ്ങളായിരിക്കും ഒരു പക്ഷെ അവനെ അങ്ങനെ ചിന്തിച്ചൊക്കെ. മടങ്ങി വരുവിന് വേണ്ടി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മടങ്ങി വന്ന് കർത്താവിനെ പ്രയോജനമുള്ളവരായി മാറണം. ഫിലിമോനെ വിട്ടുകൂടി ഒനേസിമോസിനെ വീണ്ടും തിരിച്ചയച്ചിട്ട് മുമ്പേ പ്രയോജനമില്ലാത്തനെങ്കിലും ഇപ്പോൾ പ്രയോജനമുള്ളവനെന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാണുമ്പോൾ ചില ഒരുപക്ഷെ ചില ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുപക്ഷെ ദൈവങ്ങളിൽ അന്യപ്പെട്ടൊക്കെ പോയിട്ടുണ്ടാകാം. അതൊക്കെ കണ്ട് ഒഴിവാക്കാതെ അവർ മടങ്ങി വരികയാണെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇവിടെ ഇവർ എല്ലാം സഹിച്ചിട്ടും ക്ഷീണിച്ചു പോയില്ല, തളർന്നു പോയില്ല. എന്നിട്ട് അടുത്തത് ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് എവിടെ പറയാം, എങ്കിൽ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നമ്മുടെ ദൈവം നല്ല കാര്യങ്ങളും പറയും, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇന്ന് മനുഷ്യൻ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവം എന്ത് ചെയ്തു? അവർ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമായിട്ട് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ചു. ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ പാഠങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും നിലകളിലൊക്കെ എന്തെങ്കിലും വീഴ്ചകളോ താഴ്ചകളോ ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നശിപ്പിച്ചു കളയാനൊന്നുമല്ല. നമ്മൾ കർത്താവ് വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു കേടുവന്നാൽ അതിൻ്റെ കേടുപാടുകൾ പോക്കി പിന്നെയും യജമാനനെ ഉപയോഗിക്കുന്നത് പോലെ ഇന്നേ തലമുറ നിൻ്റെ യജമാനനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളതാണ്. ചില കേടുപാടുകളുണ്ട്, അത് പോക്കണമെന്ന് നിന്നോട് വിളിച്ചു പറയുന്നത്. ഇനി എന്നേക്കുമായി തള്ളിക്കളയുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച പോലെ വരും കാലങ്ങളിലും ശക്തിയായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതിന് എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലുമൊക്കെ വീഴ്ചയും താഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഏറ്റു പറഞ്ഞ് വീഴ്ചപ്പനായിട്ട് അത് സഹായിക്കുന്നുണ്ടാകട്ടെ. അന്നൊരു അടുത്ത് എന്താ പറഞ്ഞത്? എൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇത് നമ്മളിപ്പോൾ സാധാരണയൊക്കെ നമ്മൾ പറയാനുള്ള വാക്കല്ലേ. സ്നേഹന്മാരെ കാണുമ്പോൾ, പരിചയക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്ന് പറയാറുണ്ട്. കർത്താവ് നമ്മൾ ഇപ്പം കണ്ടാൽ, കർത്താവ് നമ്മളിപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേസ് ടു ഫേസ് എന്ന് കാണുകയാണെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താ പറയുക? നീ മിടുക്കനാടാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രതീക്ഷ പോലെ ഒന്നുമല്ല, നീയേ ആക്റ്റീവാന്ന് പറയുമോ? അതെയോ നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, നീ സ്നാനപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതായ ആ സമർപ്പണത്തിൽ നിന്ന്, തീരുമാനത്തിൽ നിന്ന്, കാഴ്ചപ്പാടുകളിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, ആരാധനയുടെ അനുഭവത്തിൽ നിന്ന്, വരും ധ്യാനത്തിൽ നോക്കി നീ അകന്നു പോയി എന്ന് പറഞ്ഞിട്ട് തീരുമാനം. നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണണ്ടേ, നമ്മുടെ കുറവുകളൊന്നും മനസ്സിലാക്കണ്ടേ, നമുക്കതൊക്കെ ഏറ്റു പറയണ്ടേ, ഉപേക്ഷിക്കണ്ടേ, എന്നിട്ടൊരു പുതിയ തീരുമാനത്തോടെ വേണം കർത്താവിനെ സേവിക്കാനായിട്ട്. പക്ഷെ അത് നമ്മോട് ചോദിക്കാം, എന്നെ കർത്താവ് ഇപ്പോൾ ഫേസ് ടു ഫേസ് കാണുകയാണെങ്കിൽ എന്നെക്കുറിച്ച് എന്തായിരിക്കും ഒരു അഭിപ്രായം പറയുക? ആദ്യ സ്നേഹത്തിൽ എനിക്ക് എന്തെങ്കിലും കുറവൊന്നും പോയിട്ടുണ്ടോ? കടന്നുള്ള സമർപ്പണത്തിൽ, തീരുമാനത്തിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, സുവിശേഷമുള്ള താല്പര്യത്തിലൊക്കെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഈ സെക്ഷനിലെ പഠനം ഉപകാരപ്രദമായിട്ട് അതിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് പറയുക, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഇതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിക്കുക.
അപ്പോൾ പറഞ്ഞത് നീ ഇതിൽ നിന്ന് വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നീ മാനസാന്തരപ്പെടണം. എന്നിട്ട് ആദ്യത്തെ ഉത്സാഹത്തോടെ ആദ്യത്തെ പ്രവർത്തിക്കണം. കഴിഞ്ഞകാല ക്രിസ്ത്യ ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിൽ വീഴ്ച സംഭവിച്ചുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. കർത്താവേ, വീഴ്ച സംഭവിച്ചു പോയി, പരാജയം സംഭവിച്ചു പോയി, എൻ്റെ വാക്കിൽ എൻ്റെ പ്രവൃത്തിയിൽ വീഴ്ച സംഭവിച്ചു പോയി, എൻ്റെ സമർപ്പണത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയി, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ആരാധന അനുഭവങ്ങളിൽ നിന്ന്, സുവിശേഷീകരണത്തിൻ്റെ ഉത്സാഹത്തിൽ നിന്ന് കർത്താവേ, ഞാൻ പല നിലകളിലും പുറകോട് വ്യക്തിയാണ്, എന്നോട് ക്ഷമിക്കണമേന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നീ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? നമുക്കറിയാം നമ്മുടെ പരാജയങ്ങൾ എവിടെയാണ്. ഒരു പുതിയ തീരുമാനത്തോടെ ദൈവത്തെ സേവിച്ച് മുന്നേറുവാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നിൽക്കുകയും ചെയ്യും. എങ്കിൽ നീ കൊലോവരുടെ നടപ്പ് നീ വഹിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയോളം കേൾക്കട്ടെ. ജയിക്കുന്നതിന് ഞാൻ ദൈവത്തിൻ്റെ പരദേശയിലുള്ള ജീവർഷത്തിന് ഫലം തീരുമാനം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നാം മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, നാം തന്നെ ക്രമീകരിക്കുന്നില്ല എങ്കിൽ, നാം തെറ്റുകൾ തിരുത്തുന്നില്ല എങ്കിൽ കർത്താവ് വരികയും നമ്മുടെ നിലവിളക്ക് നമ്മൾ നിരത്ത് മാറ്റുവാൻ ഇടയായി തിരുവനന്തപുരം പറയുന്നു. അതുമാത്രമല്ല, ജയിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരദേശയിലുള്ള ജീവർഷ ഫലം കിട്ടുന്നത്. ജയിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ഓട്ടം. ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. നമ്മളെന്തെങ്കിലും കാട്ടിക്കൂട്ടി എവിടെയെങ്കിലും അവസാനിക്കാന്നുള്ളതല്ല. എന്താണ്? ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. ജയിക്കുന്നവനാണ് ചില കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമ്മയൊന്ന് കണ്ട് മനസ്സിലാക്കി ഒരു ക്രമീകരണവും ഒരു ഏറ്റുപറച്ചിലും സമർപ്പണമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്ത ആ പ്രകാരമുള്ള അനുമതി കടന്നു പോയിക്കൊണ്ട് നമ്മൾ സമർപ്പിച്ച വിധികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ വചനങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് താവേദിന് കൊള്ളാവുന്ന വിലക്കാരെ തിരുവനന്തപുരം സഹായിക്കുമ്പോഴാണമേ. എൻ്റെ ആദ്യകാലത്തിലെ ഞങ്ങളുടെ സമർപ്പണത്തിൽ നിന്ന്, എൻ്റെ പ്രാർത്ഥനാനുഭവങ്ങളിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന്, ഞങ്ങളുടെ സാക്ഷ്യം വഹിക്കുന്ന ഉത്സാഹത്തിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്നീട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായി ക്ഷമിക്കണം. ഞങ്ങളെ കഴി ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ വീണ്ടും ഒരു പുതുക്ക് തുടങ്ങിയ സ്വയംപോനായ കൃപ ഞങ്ങൾക്ക് വിടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തേക്കുള്ള എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ പ്രവർത്തിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം ഞാൻ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമമോഹത്തിന് വേണ്ടി തിരുരാജ്യവ്യാപ്തിക്കാത്തിലുള്ളുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ച നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം ചെറുപ്പം സൂക്ഷിക്കുന്നതിനും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയുടെ പിൻബലത്തിനുമായിട്ട് ഞാൻ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.